ശിവസൻ സിറിയക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നുയർന്ന ആദ്യത്തെ വിമർശന സ്വരം സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. CPIMന്റെ പ്രമേയം, അവരുടെ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന താങ്കൾ ഒരു പക്ഷേ കണ്ടു കാണും. കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തക സമിതി 1937 സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വിഭിന്നമായ ഒരു നിലപാട് 2026 ആകുമ്പോൾ കേരളത്തിൽ ഒരു സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ചോദ്യം. വന്ദേ മാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് അല്ല നോക്കൂ, അത് കേട്ടപ്പോൾ എഴുന്നേറ്റിരുന്നവരിൽ പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കം CPM നേതാക്കൾ ഉണ്ടായിരുന്നു എന്നത് കൂടി ചേർത്ത് വായിക്കും. അവരാരും 8 സ്റ്റാൻഡ്സ് കഴിഞ്ഞപ്പോൾ ഇന്നാ ഞങ്ങൾ ഇരുന്നേക്കാം, അല്ലെങ്കിൽ ഇനി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെവി ഒത്തിയിട്ടൊന്നുമില്ല. അപ്പൊ നോക്കൂ, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും പലപ്പോഴായിട്ടുണ്ട്. അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ 8 വരികൾക്കപ്പുറത്തുള്ളത് ദുർഗാസ്തുതിയാണെന്നും അങ്ങനെയല്ല, ദുർഗാദേവിക്ക് അപ്പുറത്ത് അതിനെ ഭാരതമായി തന്നെ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു സ്തുതിയിലേക്ക് പോകുന്നത് എന്ന വാദഗതികളൊക്കെ കോൺഗ്രസിനുള്ളിലുമുണ്ട് വെളിയിലുമുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ലോക്ഭവനാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. CM ഓഫീസ് അത് പൂർണ്ണമായും 8 സ്റ്റാൻഡ്സിക്ക് അപ്പുറത്തും പൂർണ്ണമായാണ് അത് പാടുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് സ്വാഭാവികമായും. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സെക്യുലർ നേഷനാണ്. ദുർഗാസ്തുതി പാടുന്നതിലൊന്നും നമുക്ക് ആർക്കും പ്രശ്നമില്ല. പക്ഷെ അതൊരു ഒഫീഷ്യൽ ചടങ്ങിൽ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും മുസൽമാന്റെ ഒക്കെ അപ്പുറത്ത് മനുഷ്യനായിട്ടുള്ള കേരളീയന്റെ ഒഫീഷ്യൽ ചടങ്ങിൽ ദുർഗാസ്തുതിയായി കണ്ടത് പാടുന്നത് ശരിയാണോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. 1-2 കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ശ്രീ VPP മുസ്തഫ പറഞ്ഞ കാര്യമാണ്. ഒരുപാട് നാടകങ്ങൾക്കപ്പുറത്ത് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്ന്. എന്നാൽ അപ്പുറത്ത് നടന്നത് രാജാപ്പാട്ടാണ്. രാജാവ് വന്നു, എന്നിട്ട് രാജാവ് പറഞ്ഞു, ഞാൻ തന്നെ അങ്ങ് പ്രതിപക്ഷ നേതാവ് ആയേക്കാം, നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ലല്ലോ. എതിർപ്പുള്ളവർ പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ അധികം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനോവകൾ സെറ്റ് ചെയ്യാൻ ചെറിയ താമസമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരായി പറയണം, എന്നാലേ ഇനോവകൾ നമുക്ക് റെഡിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ശരി, എന്നാൽ പിന്നെ രാജാവ് തന്നെ എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്ത പരിപാടിയാണ് അവിടെ നടന്നത്. അതിവിടെ നടക്കില്ല. VPP അത് അങ്ങേക്കും അറിയാം, അഭിലാഷിനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കളെ KPCC അധ്യക്ഷന്മാരെ ഒക്കെ തീരുമാനിച്ചപ്പോൾ എല്ലാ കാലത്തും 2 ഓപ്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചർച്ച ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ തെരുവിലേക്ക് നീണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു തീരുമാനത്തിലെത്തുക. ആ തീരുമാനത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടി ഇലയനക്കം പോലും ഇല്ലാതെ ആ മുഖ്യമന്ത്രിക്കും ആ ക്യാബിനറ്റിനും ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരം, അത് എനിക്ക് തോന്നുന്നു ഫസൽ ഗഫൂർ ആണ് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരേറ്റെടുക്കുന്നു? മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നോ? മുസ്ലിമുകൾ വരുന്നോ? ക്രിസ്ത്യാനികൾ വരുന്നോ? അതിലൊന്നും അല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി. ആർക്കാ കൊടുത്തത്? ഡോക്ടർ ആർ ബിന്ദു. ആ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഡോക്ടറേറ്റ് ഇംഗ്ലീഷിലാണ്. അഭിലാഷിനെ അറിയാലോ. ആ ആർ ബിന്ദു ആണ് മുറി ഇംഗ്ലീഷ് പറഞ്ഞ് രാജ്യമാകെ കാണുന്ന നാഷണൽ ടെലിവിഷന്റെ മുമ്പിൽ പോയിരുന്ന് നാണം കെട്ടത്. ഏത് ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് ഉണ്ട്. അല്ല, അത് മുറി ഇംഗ്ലീഷ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്തായാലും സംശയമുണ്ട്. ആർ ബിന്ദു ഇംഗ്ലീഷിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന നേതാവാണ്. അങ്ങനെ നമ്മൾ ഓരോ രാഷ്ട്രീയ നേതാവിന്റെയും സംഭാഷണം എടുത്തു നോക്കിയാൽ ഏറ്റവും ഒടുവിൽ VD സതീശൻ ഏതോ ചാനലുമായി സംസാരിച്ചത് ഇടതുപക്ഷ പ്രൊഫൈലുകൾ ആകർഷിക്കുന്നുണ്ട്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. VD സതീശൻ ക്ലാരിറ്റിയോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നേതാവാണെന്നാണ് എന്റെ അഭിപ്രായം. ആർ ബിന്ദുവിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് നയപരമായ കാര്യങ്ങൾ എന്ത്, നടപടികൾ എന്ത് എന്നുള്ളതിലേക്കല്ലേ വരേണ്ടത്. യെസ്, അത് തന്നെയാണെന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് പൂർത്തിയാവും. ഞാൻ പറഞ്ഞത് വെൻ ഐ ഗോ ഔട്ട് ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറയുന്നത് മുറി ഇംഗ്ലീഷ് അല്ല എന്നൊരു അഭിപ്രായം ഏതായാലും എനിക്കില്ല, കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തു ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അത് കേപ്പബിൾ ആയിട്ടുള്ള കരങ്ങളിലാണോ എത്തുന്നത് എന്നുള്ളതാണ് വിഷയം എന്നാണ് ഞാൻ കാണുന്നത്. എന്ന് തന്നെ ആയിരിക്കും കേരളത്തിലെ പൊതുസമൂഹം കാണുക. അതിൽ നാമധാരി മുസ്ലിം നാമധാരിയാണോ, ക്രിസ്ത്യൻ നാമധാരിയാണോ, അല്ലെങ്കിൽ ഹിന്ദു നാമധാരിയാണോ, അതിൽ തന്നെ ഫ്രാക്ഷനുകളാണോ എന്നതിലൊന്നും കാര്യമില്ല. ഈ സംവിധാനം കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുന്ന കേപ്പബിൾ ആയ ഒരു മന്ത്രി, അതിന് എലിജിബിൾ ആയ, അതിന് എന്താ പറയുന്നത്, ഒരു ഊർജമുള്ളൊരു മന്ത്രി, ആ മന്ത്രിയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി, 10 സെക്കൻഡ്. അങ്ങ് പറഞ്ഞതുപോലെ ഇത് UDF ആണല്ലോ. UDF എല്ലാ കാലത്തും ഈ പറയുന്ന കമ്മ്യൂണൽ ഫ്രാക്ഷനുകളെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇൻക്ലൂസീവ് ആയിട്ടാണ് ഈ മുന്നണി സംവിധാനം എല്ലാ കാലത്തും പോയിരിക്കുന്നത്. അപ്പൊ അവർ ഈ സോഷ്യൽ സെക്ടറുകൾക്ക്, അവരുടെ സോഷ്യൽ ഫാക്ടറുകൾക്ക് അവരുടെ അഭിപ്രായം മുമ്പോട്ട് വെക്കാനുള്ള എല്ലാ അവകാശവും ഈ സംവിധാനത്തിനുള്ളിൽ ഉണ്ട്. അത് ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിയാൽ പിന്നീട് ആ തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ് ഐക്യജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നത്. അത് മുന്നോട്ടും സ്വീകരിക്കും. ഒരു 10 സെക്കൻഡ് കൂടി. കിൻഫ്രയും ഇൻഫോ പാർക്കും ഒക്കെ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോൾ, വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായത് എന്നത് കൂടി മനസ്സിലാക്കുന്നത് നന്നാവും. ശരി.